ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ മുന്നോടിയായി കൊടിമരത്തിന്റെ തൈലാദിവാസം ജനുവരി 4 ഞായറാഴ്ച രാവിലെ നടക്കും. വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ 2026 നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയ കൊടിമരവും അതിനെ തുടർന്ന് ഉത്സവവും നടക്കണമെന്ന് നേരത്തെ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടിമരം കണ്ടെത്തുകയും കൊടിമരം എല്ലാം ചെത്തി വൃത്തിയാക്കി നാളെ കൊടിമരം തൈലാദിവാസത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തൈലമെല്ലാം ഇന്നലെയും മിഞ്ഞാന്നുമായ ക്ഷേത്ര ഊട്ടുപുരയിൽ തയ്യാറായിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്ത് മന ശങ്കരുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മേൽനോട്ടത്തിൽ തൈലാദിവാസം നടത്തും. ഭക്തജനങ്ങൾക്ക് തൈലം കൊടിമരത്തിന് സമർപ്പിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നവീകരണ കലശ കമ്മിറ്റിയും ദേവസ്വം ബോർഡും ചെയ്തിട്ടുണ്ട്. ഒരു ടിന്നിന് 4000 രൂപയും 2000, 1000, 500 എന്നീ നിലകളിലും ഭക്തജനങ്ങൾക്ക് തൈലം കൊടിമരത്തിലേക്ക് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. ഏകദേശം 80 ടിന്നോളം നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 40ഓളം പച്ചമരുന്നുകൾ അതിൽ ചേർത്തിയിട്ടുണ്ട്. ഈ തൈലം തയ്യാറാക്കിയതിന് ശേഷം ഏകദേശം 5 മുതൽ 6 മാസത്തോളം ഈ തേക്ക് തൈലത്തിൽ കിടക്കും. അപ്പോൾ അത് അങ്ങനെ കടന്നാൽ മാത്രമേ നൂറ്റാണ്ടുകളോളം ഈ കൊടിമരം നിലനിൽക്കുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അപ്പോൾ മരം എല്ലാം എണ്ണയെല്ലാം കുടിച്ച് പാകമായി 6 മാസത്തിന് ശേഷം നമ്മളത് എടുത്ത് ക്ഷേത്രത്തിൽ കൊടിമരമായി വെച്ച് അതിൽ പിന്നെ ചെമ്പോലെല്ലാം പൊതിഞ്ഞ് ഭംഗിയാക്കി ജൂലൈ 8 മുതൽ ജൂലൈ 18 വരെ നടക്കുന്ന നവീകരണ കലശത്തിൻ്റെ ഭാഗമായി ആ കൊടിമരം ഉയർത്തും. അതിനുശേഷം അതിൽ ഉത്സവം കൊടിയേറും. വീണ്ടും 8 ദിവസം ഉത്സവം ആഘോഷിക്കും. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പ്രോസസ്സാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതൊരു എന്താ പറയുക, നമ്മുടെ അടുത്ത് നടക്കുന്ന ഒരു വിശിഷ്ട ചടങ്ങാണിത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ മുന്നോടിയായുള്ള കൊടിമരത്തിന്റെ തൈലാദിവാസം ചടങ്ങ് ജനുവരി 4 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴയന്നൂരിനും വാഴക്കോട് വരെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഈ മഹാശിവക്ഷേത്രത്തിൽ ഒരു ഉത്സവം കൊടിയേറി ഇങ്ങനത്തെ ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ്. ഈ 6 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ മഹാശിവക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് പ്രശ്നവശാൽ കണ്ടത് വെച്ചിട്ട് ഞങ്ങളിതിന് വളരെയധികം ബുദ്ധിമുട്ടി. എല്ലാ ഭക്തജനങ്ങളുടെയും കൂടി സഹായം ഉണ്ടെങ്കിൽ ഇത് നടത്താൻ പറ്റൂ. അത് പ്രത്യേകം ഈ സമയത്ത് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പന്തലിലാണ് കൊടിമരത്തിന്റെ തൈലാദിവാസം നടക്കുന്നത്. ജൂലൈ 8 മുതൽ 18 വരെ നടക്കുന്ന നവീകരണ കലശവും തുടർന്ന് നടക്കുന്ന ഉത്സവത്തിനു മുന്നോടിയായാണ് ധ്വജപ്രതിഷ്ഠയ്ക്ക് കൊടിമരം ഒരുക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് MV മനോജ്, ക്ഷേത്രം ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകളെക്കുറിച്ച് അറിയിച്ചു. വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന തൈലാദിവാസ ചടങ്ങിലേക്ക് ഈ പരിസരത്തെയും നമ്മുടെ പ്രദേശത്തെയും നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ ഈ ഒരു ധ്വജപ്രതിഷ്ഠയുള്ള തുടക്കമെന്ന നിലയിൽ വൻ വിജയമാക്കി തരണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പേരിലും ക്ഷേത്രോപദേശയുടെ പേരിലും പിന്നെ ഈ നാട്ടുകാരുടെ പേരിലും എല്ലാം ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും നാളെ രാവിലെ തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് എല്ലാ നല്ല ഭക്തജനങ്ങളും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, ചേലക്കര.